പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? തന്നെ ഇങ്ങനെ ജാൻവി എന്ന് വിളിക്കുമ്പോൾ ഏതോ സ്ട്രേഞ്ചറിനോട് സംസാരിക്കുന്നത് പോലെ ഒരു ഫീൽ, കുറെ അകലമുള്ളതുപോലെ. അവൻ ദൂരേക്ക് കണ്ണു നട്ടുകൊണ്ട് പറഞ്ഞു. ജാനിയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. എന്നാ ജാനി എന്ന് വിളിച്ചു? എല്ലാവരും എന്നെ അങ്ങനെയാ വിളിക്കാറ്. എന്നാൽ ആദ്യ നിഷേധാർത്ഥത്തിൽ തല വിലങ്ങനെ ചലിപ്പിച്ചു. പിന്നെ എന്താ? ഐ ഡോണ്ട് നോ. എനിക്ക് പൊന്ന, കുഞ്ഞെ എന്നൊക്കെ വിളിക്കാനാ ഇഷ്ടം. കുറച്ച് ചീസിയാണ്. ബട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ജാനി എന്ന് വിളിക്കാം. അവൻ്റെ സംസാരം കേട്ടതും ജാനിയുടെ കവിളിണകൾ ഒന്ന് തുടുത്തു. പൊന്ന എന്നൊക്കെ ഞാൻ അതിൻ്റെതായ ടൈമാകുമ്പോൾ വിളിച്ചോളാം. അപ്പോൾ ഈ കവിളിങ്ങനെ ചുവപ്പിക്കാണ്ടിരുന്നാൽ മതി. ആദ്യം അവളുടെ തുടുത്ത കവിളിൽ ചൂണ്ടുവിരലാൽ മെല്ലെ കുത്തിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് ചിരിച്ചുപോയി. ജാനി. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ആദി വിളിച്ചു. ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ? കടലിൽ ഇറങ്ങുന്നില്ലേ? എനിക്ക് പേടിയാ. പിന്നെ ഡ്രസ്സ് നനയും. പേടിക്കാനൊന്നുമില്ല, ഞാനും കൂടെ വരാം. നനയാതിരിക്കാൻ പാൻറ് കയറ്റി വെച്ചാൽ മതി. കാലിങ്ങതാ. ആദ്യം അവളെ അവന് അഭിമുഖമായി തിരിച്ചിരുത്തി. രണ്ട് കാലിലെയും പാൻറ് മുട്ടുവരെ മടക്കി വെച്ചു കൊടുത്തു. അവനും കാൽമുട്ടിലേക്ക് പാൻറ് തെറുത്ത് കയറ്റിയിട്ട് എഴുന്നേറ്റ് നിന്ന് ജാനിക്ക് നേരെ കൈ നീട്ടി. ജാനി അവന്റെ കൈ പിടിച്ചെഴുന്നേറ്റതും ആദ്യം അവളെയും കൊണ്ട് തീരത്തേക്ക് പോയി നിന്നു. അവരുടെ കാലുകളെ തില വന്ന് തഴുകി കൊണ്ടിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞതും സൺസെറ്റ് തുടങ്ങി. ജാനി ആദ്യമായിട്ടാണ് ബീച്ചിൽ നിന്ന് സൺസെറ്റ് കാണുന്നത്. അവളത് കണ്ണെടുക്കാതെ നോക്കി നിന്നു. ജാനി, നമുക്കൊരു സെൽഫി എടുത്താലോ? എടുക്കാം. അവൾ പെട്ടെന്ന് തന്നെ മറുപടി നൽകി. ആദി ജാനിയെയും കൊണ്ട് തിരിഞ്ഞ് സൺസെറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ നിന്നു. ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചു. 2-3 ഫോട്ടോ കഴിഞ്ഞതും കവിളിലൊരു നനുത്ത സ്പർശമറിഞ്ഞ് ജാനി ഞെട്ടി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ശരീരമാകെ ഒരു വിറയൽ കടന്നുപോയി. അവൾക്ക് പ്രതികരിക്കാനാകുന്നതിന് മുന്നേ തന്നെ അവൻ ഫോട്ടോ എടുത്തിരുന്നു. ജാനി വേഗം അവൻ ചുംബിച്ച കവിൾ പൊത്തിപ്പിടിച്ച് അവിശ്വസനീയതയോടെ ആദിയെ നോക്കി. എന്തേ? അവൻ ഒറ്റപ്പുരികം ഉയർത്തിക്കൊണ്ട് അവളോട് ആരാഞ്ഞു. ആ മുഖത്തുള്ള കള്ളച്ചിരി തെളിഞ്ഞു കാണാം. അത് കിസ്. ജാനി വാക്കുകൾക്കായി പരതി. ഇതാണോ? ആദ്യം അവളുടെ കവിളിൽ ഒന്നുകൂടി മുത്തിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ആ പ്രവൃത്തിയിൽ ജാനിയുടെ കവിളിലേക്ക് രക്തം ഇരച്ചു കയറി. നന്നേ വെളുത്തിരിക്കുന്നതിനാൽ ബ്ലഷ് ചെയ്ത് അവളുടെ മുഖം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇനിയും ഇടയ്ക്കിടയ്ക്ക് തരും ജാനി. എല്ലാത്തിനും ഇങ്ങനെ കവിൾ ചുവപ്പിക്കാൻ നിന്നാൽ നിനക്ക് അതിനെ സമയം കാണൂ. ദത്തേട്ടാ, ജാനി ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. എന്തോ? അവന്റെ കുറുമ്പ് നിറഞ്ഞ മറുപടി. അവർ തമ്മിൽ ഇങ്ങനെയൊരു സംസാരം ഇതാദ്യമായിട്ടാണ്. ആദിയുടെ കുസൃതി നിറഞ്ഞ മറുപടികൾ കേൾക്കുമ്പോൾ അവളുടെ ഉള്ളമാണ് പിടയ്ക്കുന്നത്. മേലാകെ കുളിരു കോരുന്നതുപോലെ. എന്തേ? എൻ്റെ ഭാര്യയ്ക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ ഇരുപുരികവും ഇളക്കി കാണിച്ചു. എന്നോടിങ്ങനെയൊന്നും സംസാരിക്കല്ലേ, എനിക്ക് എന്തോ പോലെ തോന്നുക. അതിന് ആദിയുടെ ഉറക്കെയുള്ള ചിരിയാണ് മറുപടിയായി കിട്ടിയത്. ദത്തേട്ടാ. പോട്ടെ പോട്ടെ, ഇപ്പോൾ എൻ്റെ ജാനിക്കുട്ടി അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ആദി ചിരി മറച്ചു പിടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. വാ, നമുക്ക് പോകാലോ, നേരം ഇരുട്ടി തുടങ്ങി. അവൻ അവളെയും വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. ജാനിയെ സീറ്റിലേക്ക് ഇരുത്തിയിട്ട് ആദി തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു. തിരിച്ചു പോകുന്ന വഴി സിനിമയും കണ്ട് ഫുഡും കഴിച്ചിട്ടാണ് രണ്ടും വീട്ടിലെത്തിയത്. രാവിലെ പിണങ്ങിപ്പോയ ആൾക്കാരെല്ലാം ഇങ്ങ് എത്തിയല്ലോ കേശവേട്ട. കാറിൽ നിന്നിറങ്ങിയപ്പോഴേ കണ്ണിലുടക്കിയത് തങ്ങളെ കാത്തുന്ന പോൽ സിറ്റൗട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയെയുമാണ്. ജാനി അവരെ നോക്കിയൊന്ന് ഇളിച്ചു കാട്ടി. പിണക്കമൊക്കെ കഴിഞ്ഞോ ആവോ? മീനു അവരെ കളിയാക്കിയതും ജാനിക്ക് ചെറിയ ജാള്യത തോന്നി. എന്നാൽ ആദിക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല അല്ലേ ജാനി? ആദി അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ജാനി അവനെ അന്തം വിട്ടു നോക്കുന്നുണ്ട്. അവൾ പതിയെ തലചെരിച്ച് അച്ഛനെയും അമ്മയെയും നോക്കി. അവരിൽ നിറഞ്ഞ പുഞ്ചിരിയാണ്. അമ്മേ, ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങൾക്കുള്ളത് ദാ ടേബിളിൽ വെച്ചിട്ടുണ്ട്, മറക്കാതെ എടുത്ത് കഴിക്കണം. ആദി ഡൈനിങ് ടേബിളിലേക്ക് ഒരു കവർ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടവൻ ജാനിയും കൂട്ടി മുറിയിലേക്ക് പോയി. റൂമിലെത്തിയിട്ടും ആദി അവളെ ചേർത്ത് പിടിച്ചിരുന്ന കൈ അയച്ചില്ല. ജാനി ആ പിടിയിൽ നിന്ന് മെല്ലെ വഴുതിമാറാൻ ശ്രമിച്ചതും അവൻ 2 കൈയാലും അവളെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. അവളൊരു പിടച്ചിലൂടെ ആദിയെ മുഖമുയർത്തി നോക്കി. അവന്റെ കണ്ണിൽ മുഴുവൻ കുസൃതി നിറഞ്ഞു നിൽക്കുന്നു. ദത്തേട്ടാ, അവൾ ഒട്ടൊരു പരിഭ്രമത്തോടെ വിളിച്ചു. എന്തോ?
അവൻ ആർദ്രമായി തന്നെ ആ വിളി കേട്ടു. എന്നെ വിടുമോ? ഇല്ലല്ലോ. ആദിയുടെ മറുപടി കേട്ടതും അവൾ ചുണ്ടു ചുളുക്കി. പ്ലീസ് ദത്തേട്ടാ, ജാനി അവനോട് കുഞ്ഞു കുട്ടികളെ പോലെ കെഞ്ചി. എന്തിനാ വിട്ടിട്ട്? അത് എനിക്ക് ഡ്രസ്സൊക്കെ മാറണം. രാവിലെ ഇട്ടിട്ട് പോയ യൂണിഫോം അല്ലേ, ആകെ മൊത്തം മുഷിഞ്ഞു. ആദി അവളെ നോക്കി. മുഖത്താകെ ഒരു വാട്ടം. ഇന്നത്തെ അലച്ചിലിൽ ആകെ മൊത്തം തളർന്നിട്ടുണ്ട്. അവൻ വേഗം കുനിഞ്ഞു ചെന്ന് അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഇനി പൊയ്ക്കോ. അവൻ ജാനിയെ വിട്ട് കുറച്ച് മാറി നിന്നു. പക്ഷെ അവൾ അപ്പോഴും നിന്നടുത്തു നിന്ന് തന്നെ തറഞ്ഞു നിൽക്കുകയാണ്, ശ്വാസം പോലും എടുക്കാനാവാതെ. എന്തേ, ഇപ്പം പോകണ്ടേ? ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ഇനിയും കിസ് ചെയ്യും. അത് കവിളിൽ മാത്രമായി ഒതുങ്ങില്ല. ആദ്യം അവളെ ഒറ്റക്കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ഡയലോഗ് കേട്ടതും ജാനി വേഗം ബാത്റൂമിലേക്ക് ഓടി. ഒന്ന് നിന്നേ. ബാത്റൂമിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ ആദിയുടെ പിൻവിളി വന്നു. അവിടെ തന്നെ നിന്നതല്ലാതെ അവൾ തിരിഞ്ഞു നോക്കില്ല. എവിടെ പോകുക? ആദി കട്ടിലിലേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു. കുളിക്കാൻ. ഡ്രസ്സ് വേണ്ടേ? അപ്പോഴാണ് അവളും ആ കാര്യത്തെക്കുറിച്ച് ഓർത്തത്. ജാനി നാക്ക് കടിച്ചുകൊണ്ട് തിരിഞ്ഞ് വാർഡ്രോബിന്റെ അടുത്ത് പോയി ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ആദിയെ നോക്കാതെ തന്നെ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. ജാനിയുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആദിയുടെ ചൊടികൾ ഒന്ന് വിടർന്നു. ജാനി അടച്ചിട്ട ഡോറിലേക്ക് ചാരി നെഞ്ചിലേക്ക് കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. ഒന്ന് ഓക്കെ ആയതും അവൾ കൈയെടുത്ത് കവിളിലേക്ക് വെച്ചു. ഇപ്പോഴും ആദിയുടെ ചുംബനത്തിന്റെ ചൂട് അവിടെയുണ്ടെന്ന് തോന്നിപ്പോയി അവൾക്ക്. ജാനി കുളി കഴിഞ്ഞിറങ്ങിയതും ആദി വേഗം തന്നെ കുളിമുറിയിലേക്ക് കയറി. അവൾ കുറച്ചുനേരം എന്തു ചെയ്യണമെന്നറിയാതെ അവിടെയും ഇവിടെയുമായി നിന്നു. പിന്നെ ഹോംവർക്കിന്റെ കാര്യം ഓർമ്മ വന്നതും ജാനി ബുക്കൊക്കെ എടുത്ത് സ്റ്റഡി ടേബിളിലായി വന്നിരുന്നു. ആദി ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയതും എന്തോ കാര്യമായി ഇരുന്നെഴുതുന്ന ജാനിയെയാണ് കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കസേരയിൽ കൈകൾ ഊന്നി കുനിഞ്ഞു നിന്നു. എന്തുപറ്റി? ഞാൻ പറയാതെ തന്നെ പഠിക്കാനിരുന്നല്ലോ. ആദി അവളുടെ ചെവിയോരം ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചതും എഴുതിക്കൊണ്ടിരുന്ന കൈവിരലുകൾ നിശ്ചലമായി. ഹോംവർക്ക്? എന്നാ എഴുതിക്കോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവൻ അവളിൽ നിന്ന് മാറി കട്ടിലിൽ പോയി ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്നു. ഓ, ദത്തേട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ എനിക്ക് ശ്വാസം എടുക്കാൻ സമയം കിട്ടില്ലല്ലോ. അടുത്തു വന്ന് നിൽക്കുമ്പോൾ ശരീരമാകെ കുളിര് കോരുക. ഇന്നിപ്പോ എത്ര ഉമ്മയാ തന്നേ. അതുമല്ല എന്നെ കുഞ്ഞാ പൊന്ന എന്നൊക്കെ വിളിക്കണം പോലും. എനിക്ക് വയ്യ. ഈ ദത്തേട്ടന്റെ ഒരു കാര്യം. എഴുതി കഴിഞ്ഞോ? ഇല്ല, എഴുതുക. ആദിയുടെ ചോദ്യമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. അവൾ വേഗം ഹോംവർക്ക് എല്ലാം ചെയ്തു തീർത്തു. ഇനിയിരുന്ന് പഠിക്കാൻ പറയുവോ എന്നറിയാൻ ജാനി ഇടക്കണ്ണാലെ അവനെ ഒളിഞ്ഞു നോക്കി. കഴിഞ്ഞോ? അവിടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവൻ അവളുടെ നോട്ടവും കണ്ടു. കഴിഞ്ഞെങ്കിൽ വന്ന് കിടന്നു. അത് കേട്ടതും ജാനിയുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ തിളങ്ങി. അവൾ ധൃതിയിൽ തന്നെ ബുക്കെല്ലാം അടുക്കി ഒതുക്കി വെച്ചു. കട്ടിലിനടുത്തേക്ക് ചെന്ന് ഒരു ഓരത്തായി കിടന്നു. ആദ്യം ഇപ്പോൾ ലൈറ്റ് ഓഫാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കുറെ നേരമായിട്ടും അത് സംഭവിച്ചില്ല. ജാനി മെല്ലെ തലചെരിച്ച് അവനെ നോക്കി. ഹെഡ് ബോർഡിലേക്ക് ചാരി അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ നോട്ടം കണ്ടതും ജാനിയൊന്ന് പരുങ്ങി. കിടക്കുന്നില്ലേ? ആദിയുടെ നോട്ടം താങ്ങാനാവാതെ അവൾ ചോദിച്ചു പോയി. ജാനി എന്തിനാ കട്ടിലിന്റെ അത്രയും അറ്റത്തു പോയി കിടക്കുന്നത്? അവന്റെ സംസാരത്തിൽ ചെറിയ പരിഭവം കലർന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ആദി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ ജാനി അവനെ നോക്കി. എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്കും എന്റെ നെഞ്ചിലാണല്ലോ കിടക്കാറ്. അവന്റെ ആ പറച്ചിലിൽ ജാനിയൊന്ന് ചൂളിപ്പോയി. ആദി അതറിഞ്ഞിരുന്നില്ല എന്നാണ് അവൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അവന്റെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോൾ അവൾക്കാകെ ജാള്യത തോന്നി. അത് ഞാൻ അവൾക്ക് എന്തു പറയണമെന്ന് തിരിയുന്നുണ്ടായിരുന്നില്ല. ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട, കുറച്ച് നടുക്കോട്ട് നീങ്ങിക്കിടക്ക്. എന്തായാലും എന്റെ മേത്തല്ലേ കിടക്കുന്നത്, പിന്നെന്തിനാ അറ്റത്ത് കിടക്കുന്നത്? ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. ജാനി കുറച്ച് നടുവിലേക്ക് നീങ്ങിക്കിടന്ന് വെപ്രാളത്തോടെ പുതപ്പെടുത്ത് തലവഴി മൂടി. ആദിയും ലൈറ്റ് ഓഫാക്കി അവൾക്കരികിലേക്ക് കിടന്നു. ജാനിയുടെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. അവൻ ചെരിഞ്ഞു കിടന്ന് ഒരു കൈയെടുത്ത് ജാനിയുടെ ദേഹത്തേക്ക് വെച്ചതും അവളൊന്ന് പിടഞ്ഞുപോയി. എന്നാലും ആ കൈയെടുത്തു മാറ്റാൻ ജാനി മുതിർന്നില്ല. അങ്ങനെയേ കിടന്ന് അവർ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വഴുതി വീണു.